ഹായ് നമസ്കാരം. അപ്പോൾ നിങ്ങൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളാണോ? ആണെങ്കിൽ വരുന്ന 2026 ജനുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകുമെന്നറിയാൻ ഒരു ആകാംക്ഷയില്ലേ? ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ ജനുവരി മാസം ഭാഗ്യത്തിൻ്റെ കൂടെ നിൽക്കണോ, അതോ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകണോ? ഒരു കൺഫ്യൂഷനും വേണ്ട. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഓരോ കാര്യങ്ങളായിട്ട് വിശദമായി നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തുടങ്ങാം. അതായത് തൊഴിലും പണവും. ഈ മേഖലയിൽ ഈ മാസം എങ്ങനെയുണ്ടാവും? കാരണം ഇവിടെ രണ്ടും ഉണ്ട് കേട്ടോ. നല്ല അവസരങ്ങളുണ്ട്, കൂടെ കുറച്ച് വെല്ലുവിളികളുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. നോക്കൂ, ഇതൊരു ബാലൻസിങ്ങിൻ്റെ മാസമാണ്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും. ചിലപ്പോൾ ഒരു പ്രൊമോഷനോ മറ്റോ ആയിരിക്കാം. പിന്നെ കുടുംബസ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം പ്രതീക്ഷിക്കാം. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷെ മറുഭാഗത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ജോലിസ്ഥലത്ത് കുറച്ച് മത്സരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവരെയും എതിരാളികളെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ പണത്തിൻ്റെ കാര്യത്തിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊന്നും പോകരുത്. അതുപോലെ ആർക്കും പണം കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ജോലിയിൽ നിങ്ങളുടെ എതിരാളികളെക്കുറിച്ച് എപ്പോഴും ഒരു ബോധ്യം വേണം. അവരെ നിസ്സാരമായി കാണരുത്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരു റിസ്ക്കും ഈ മാസം എടുക്കരുത്. ജാഗ്രത, അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ശരി, അപ്പോൾ ജോലിയുടെയും പണത്തിൻ്റെയും കാര്യം നമ്മൾ കണ്ടു. ഇനി അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ കുടുംബവും ബന്ധങ്ങളും, അല്ലേ? ആ ഒരു ഏരിയയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് സംയമനമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായ സ്വഭാവം എന്താ? പെട്ടെന്ന് പ്രതികരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ മാസം സംസാരിക്കുമ്പോൾ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പേടിക്കേണ്ട, നല്ലൊരു വശം കൂടിയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും. എന്തുണ്ടായാലും അവർ കൂടെ ഉണ്ടാവും. അതുപോലെ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യാനോ പ്രണയസംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനൊക്കെ ഇത് വളരെ നല്ലൊരു സമയമാണ്. ഓക്കെ, ഇനി നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ജോലിയും കുടുംബവുമൊക്കെ നോക്കുന്നതിനിടയ്ക്ക് ആരോഗ്യം മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഈ ജനുവരി മാസത്തിൽ ആരോഗ്യത്തിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഈ മാസം ആരോഗ്യപരമായി ചെറിയ ചില അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ നെഞ്ചിൽ കഫക്കെട്ടോ അണുബാധയോ ഒക്കെ വരാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ജോലിഭാരം കൂടുമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാനസിക പിരിമുറുക്കമൊക്കെ സ്വാഭാവികമാണ്. അതിനൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ദിവസവും കുറച്ചു നേരം യോഗയോ മെഡിറ്റേഷനോ ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. കൂടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു ചിട്ട കൊണ്ടുവരുന്നത് വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ടോ? വെല്ലുവിളികൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും നല്ല കാര്യങ്ങളെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായ പരിഹാരങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായി, ഈ മാസം നിങ്ങളുടെ നക്ഷത്രമായ ആയില്യം വരുന്നത് ജനുവരി 6-ാം തീയതിയാണ്. ആ ദിവസം നാഗപൂജ നടത്തുന്നത് തടസ്സങ്ങളൊക്കെ മാറാൻ ഒരുപാട് സഹായിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, ദിവസവും ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി തരും. ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ദിവസവും 108 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഈ 108 എന്ന സംഖ്യയ്ക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ശീലമാക്കിയാൽ നിങ്ങളുടെ ദിവസത്തിന് തന്നെ ഒരു പ്രത്യേക ഊർജം കിട്ടും. ശരി, അപ്പോൾ നമ്മൾ ജോലി, കുടുംബം, ആരോഗ്യം, പരിഹാരങ്ങൾ എല്ലാം പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം ഈ മാസം നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? നമുക്ക് നോക്കാം. ഇതാണ് ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ മന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിസന്ധികൾ വരും, പോകും. അതൊന്നും കണ്ട് പേടിക്കരുത്. നല്ല മനക്കരുത്തോടെ ധൈര്യത്തോടെ അതിനെ നേരിടുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ മതി. ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വരുന്ന വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ നേരിടാൻ പോകുന്നു? ഒന്നോർക്കുക, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എല്ലാം. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും മുൻകരുതലുകളുമാണ് ഈ മാസത്തെ നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഐശ്വര്യപൂർണമായൊരു ജനുവരി മാസം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.